നമസ്കാരം. VPR കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മുറ്റത്ത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കന്നി കായ്ച്ച വെണ്ടയ്ക്ക നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു പ്രത്യേക തരം വെണ്ടയ്ക്ക കേട്ടോ. സാധാരണ വെണ്ടയ്ക്ക പോലെയല്ല, ഇതിന് ഒരു മഞ്ഞ കലർന്ന നിറമാണ്. എന്തായാലും സമൃദ്ധിയായിട്ട് കായുണ്ട്. ഈ ഞോളപ്പ് കുറവാണ് ഈ വെണ്ടയ്ക്കയ്ക്ക്. അതായത് വെണ്ടയ്ക്ക നമ്മൾ അരിഞ്ഞ് കറിയാക്കി കഴിയുമ്പോൾ ഒരു ഞോളപ്പ് ഉണ്ടല്ലോ, ഒരു വഴുവഴുപ്പ്, അതൊന്നുമില്ല. നല്ല സൂപ്പർ വെണ്ടയ്ക്ക, നല്ല ഇനം വെണ്ടയ്ക്ക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതല്ലേ നമ്മുടെ വെണ്ടയ്ക്ക, സൂപ്പർ വെണ്ടയ്ക്ക. നല്ല വലിപ്പമുണ്ട്, ഒരു പ്രത്യേക ടൈപ്പ് കളറ്. ഇന്നലെ നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് 5-6 പറിച്ചായിരുന്നു. നല്ല വലിപ്പമുണ്ട് കേട്ടോ, നല്ല വലിപ്പമുണ്ട്, അരിഞ്ഞാലും ഉണ്ട്. എന്തായാലും നമ്മളത് തോരൻ വെച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. കാരണം നമ്മൾ ഒരുപാട് രാസവളങ്ങൾ ഇട്ടിട്ടില്ല, ജൈവങ്ങളും വളങ്ങളും മാത്രമേ ഇട്ടിട്ടുള്ളൂ. തന്നെയല്ല, കണ്ടമാനം മരുന്നടിച്ചിട്ടില്ല, ഒട്ടും തന്നെ മരുന്നടിച്ചിട്ടില്ല. അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസം ഈ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സൂപ്പർ വെണ്ടയ്ക്കയാണ്, ഒരു കാരണവശാലും ആരും കുറ്റം പറയുകയില്ല. നാട്ടിൽ നിന്നും കിട്ടിയ ഒരു വെണ്ടയ്ക്ക കുരുവാണ് നമ്മളിവിടെ നട്ടിരിക്കുന്നത്. ഒരു വെണ്ടയ്ക്ക ഫുള്ളായിട്ട് കൊണ്ടുവന്നു. അതിൽ ഒരു 10-20 വെണ്ടയ്ക്ക കുരു ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ നട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ നട്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ കാലത്തിൻ്റെ തുടക്കത്തിലാണ്. കോരിച്ചൊരിയുന്ന മഴ, അതുപോലെ വെയിലില്ലാത്ത ഒരവസ്ഥ, അതുപോലെ ഭയങ്കരമായ കാറ്റടിക്കുന്ന ഒരു സാഹചര്യം. ഇതുകൊണ്ടൊക്കെയാണ് ഈ വെണ്ടക്കൃഷിയെ പ്രതികൂലമായി ബാധിച്ച ഘടകങ്ങൾ. പക്ഷേ എന്നാലും മഴയാണെങ്കിലും വേനൽക്കാലത്തെ പോലെ തന്നെ വെണ്ടയ്ക്ക് വിളവ് കിട്ടും എന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വെണ്ട സാധാരണയായിട്ട് ഈ ഇവിടങ്ങളിൽ കിട്ടുന്നത് പച്ച നിറമുള്ള വെണ്ടയാണ്. പക്ഷേ ഇത് നിറത്തിൽ വ്യത്യാസമുണ്ട്, വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്, രുചിയിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വ്യത്യാസങ്ങളുള്ള ഈ വെണ്ടയ്ക്ക കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കൃഷി വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.